വെനസ്വേലയുടെ വ്യോമാതിർത്തിയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ കടന്നുകയറ്റമെന്ന റിപ്പോർട്ട്. വെനസ്വേലൻ പ്രതിരോധ മന്ത്രാലയമാണ് US യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ തീരത്തിന് 75 കിലോമീറ്റർ അകലെ എത്തിയതായി വെളിപ്പെടുത്തിയത്. ഇത് നിയമവിരുദ്ധമായ കടന്നുകയറ്റമാണെന്നും തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന അമേരിക്കയുടെ പ്രകോപനമാണെന്നും വെനസ്വേല കുറ്റപ്പെടുത്തി. US-ന്റെ 5 യുദ്ധവിമാനങ്ങളെ തങ്ങളുടെ തീരത്തോട് ചേർന്ന് കണ്ടെത്തിയെന്നാണ് വെനസ്വേല ആരോപിക്കുന്നത്. US വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് അടുക്കാൻ ധൈര്യപ്പെട്ടുവെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും വിമാനത്താവളങ്ങളിലെ ട്രാക്കിംഗ് സിസ്റ്റത്തിലും ഇത് കണ്ടെത്തിയതായും വെനസ്വേലിയൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാട്രിനോ പറഞ്ഞു. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് നടത്തുന്നതെന്നും വെനസ്വേലയിലെ വിവിധ മന്ത്രാലയങ്ങൾ സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് തെക്കേ അമേരിക്കയ്ക്ക് സമീപം US കപ്പലുകൾക്ക് മുകളിലൂടെ വെനസ്വേലയുടെ സൈനിക വിമാനങ്ങൾ ായി അമേരിക്ക ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ US പ്രസിഡന്റ് വെനസ്വേലയ്ക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇനിയും US-ന്റെ കപ്പലുകൾക്ക് മീതെ വെനസ്വേലൻ വിമാനങ്ങൾ പറന്നാൽ അവ വെടിവെച്ചിടുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. നേരത്തെ വെനസ്വേലയിൽ നിന്നും മയക്കുമരുന്ന് കടത്തുകയാണെന്ന് ആരോപിച്ച് ഒരു കപ്പലിനു നേരെ US ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ വെനസ്വേലയിൽ നിന്നുള്ള കപ്പലിലുണ്ടായിരുന്ന 11 പേർ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് വെനസ്വേലയുടെ സൈനിക വിമാനങ്ങൾ US യുദ്ധക്കപ്പലിന് മുകളിലൂടെ പറന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ നിന്നും US-ലേക്ക് മയക്കുമരുന്ന് ഒഴുകുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം. വെനസ്വേലയിൽ നിക്കോളസ് മഡൂറോ വീണ്ടും അധികാരത്തിലെത്തിയത് വിചിത്രമായ തെരഞ്ഞെടുപ്പിലൂടെയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം വെനസ്വേലയ്ക്കെതിരെയുള്ള US ആരോപണങ്ങൾ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ തള്ളിക്കളഞ്ഞിരുന്നു. US-ന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൈനിക ഏറ്റുമുട്ടലിനുള്ള ന്യായീകരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേല എല്ലായ്പ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ തങ്ങൾക്ക് ബഹുമാനമാണ് ആവശ്യമെന്നും നിക്കോളസ് മഡൂറോ വ്യക്തമാക്കി. സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയിൽ ഭരണമാറ്റത്തിനാണ് അമേരിക്കയുടെ ശ്രമമെന്ന് മഡൂറോ ആരോപിച്ചു. ഇതിനിടെ വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി തെക്കൻ കരീബിയനിൽ US സൈന്യം ശക്തമായ നീക്കം നടത്തിയിട്ടുണ്ട്. കൂടുതൽ യുദ്ധക്കപ്പലുകളെയും US മേഖലയിൽ വിന്യസിച്ചിരുന്നു. സൈനിക നീക്കത്തിന്റെ ഭാഗമായി 10 F-35 യുദ്ധവിമാനങ്ങൾ അയച്ചതായി വൈറ്റ് ഹൗസും അറിയിച്ചിരുന്നു. മയക്കുമരുന്നിനെതിരായ ശക്തമായ നിലപാടിന്റെ ഭാഗമായാണ് കരീബിയനിലെ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മയക്കുമരുന്നിലൂടെ അമേരിക്കക്കാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ആദ്യം പ്രസിഡന്റായ വേളയിൽ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയ്ക്കെതിരെയും വെനസ്വേലയിലെ ഉന്നതർക്കെതിരെയും മയക്കുമരുന്ന് കടത്തിന് US-ൽ കുറ്റം ചുമത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരനാണ് നിക്കോളസ് മഡൂറോ എന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. അടുത്തിടെ മഡൂറോയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്ക് $50 മില്യൺ പാരിതോഷികവും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.